നിങ്ങളെക്കാൾ വെള്ളിയാഴ്ച ഞങ്ങൾക്കറിവുണ്ട്. ധാരാളം സ്വതക്ക വരുന്ന ദിവസമാണ്, പ്രാർത്ഥന വരുന്ന ദിവസമാണ്. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും വെള്ളിയാഴ്ച പരിചയമുള്ളവരാണ്. ആ പക്ഷികൾ പറയുന്നുണ്ട് സലാമുൻ സലാം ലിയൗമിൻ സ്വാലിഹ്. വെള്ളിയാഴ്ചയായാൽ പക്ഷികൾ പറയാറുണ്ട് ഇന്ന് നല്ല ദിവസമാണ്, സമാധാനത്തിന്റെ ദിവസമാണ്, ഖബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്ന ദിവസമാണ്. ഖബർ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനുള്ള സൂറത്തുകൾ നമ്മൾ പതിവായി ഓതണം. തബാറക സൂറത്തും സൂറത്തു സജദയും അതുപോലെ തന്നെ ഇദാ വഖഅത്തി സൂറത്തും. ഇതൊന്നും ഓതാതെ ഒരു ദിവസവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറില്ല. നമ്മുടെ ജീവിതത്തിലും അത് പതിവാക്കണം. ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ പള്ളിയിൽ ചെന്നാൽ ശമ്പളവും മറ്റൊന്നും ഉദ്ദേശിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നല്ല വാങ്ങു കൊടുക്കണം. അത് സന്തോഷത്തിന്റെ ഒരു അമലാണ്, ഖബറിൽ തിളക്കമാർന്നൊരു അമലാണ്. ഞാനിപ്പോ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. ഉമ്മമാരെ, വീട്ടിൽ വെച്ച് ജമാഅത്ത് നിസ്കാരം നടത്തണം. ഖബറിൽ പ്രകാശിക്കുന്ന ഒരു അമലാണ് ജമാഅത്ത് നിസ്കാരം. മക്കളെ ഉപയോഗിച്ച്, പേരമക്കളെ ഉപയോഗിച്ച് നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കണം. പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരെ പള്ളിയിലേക്ക് പ്രചോദനത്തോടെ പറഞ്ഞേക്കണം. വീട്ടിലുള്ള പെൺകുട്ടികളില്ലേ, മരുമക്കളില്ലേ, അവരെ ഉപയോഗിച്ചവിടെ ജമാഅത്ത് നടത്തണം. ചെറിയ കുട്ടികളില്ലേ, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന, അവരെ കൂട്ടിയിട്ട് ജമാഅത്ത് നിർവഹിക്കണം. ഖബറിൽ പ്രകാശമുള്ള അമലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പള്ളിയുമായി ബന്ധപ്പെട്ട ഏത് കർമ്മങ്ങൾക്കും ഖബറിൽ വലിയ പ്രകാശമുണ്ട്, വലിയ സന്തോഷമുണ്ട്. തറാവീഹ് നിസ്കാരം ഒരു ജമാഅത്തിന്റെ കീഴിലാക്കി ഇങ്ങനെ നടപ്പിലാക്കി തന്നതിന് സ്വഹാബത്തും താബിഈങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയൊരു പ്രാർത്ഥനയല്ലേ. നവ്വറല്ലാഹു ഖബ്റ ഉമർ കമാ നവ്വറ മസ്ജിദനാ ബിസ്വലാത്തി തറാവീഹ്. തറാവീഹ് നിസ്കാരം ഒരു